Hi guys, welcome to Tipsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാണെന്നുള്ളൂ. എനിക്ക് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും ആവാം, ബിരിയാണി അരിയോ അല്ലെങ്കിൽ സാധാരണ ചോറോ ഏത് വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അരി വേവിക്കാനായിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ബിരിയാണി അരിയാണ്, അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, അതായത് ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നത് ആ കപ്പിൽ തന്നെ വേണം 1.25 കപ്പ് വെള്ളം എടുക്കാനായിട്ട്. ആ വെള്ളം നമ്മൾ കുക്കറിൽ വെച്ചു. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഒരു ലേശം, ഒരു സ്പൂണോ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഉപ്പൊക്കെ നോക്കി ഇളക്കി കൊടുത്ത് ഇത് തിളയ്ക്കണ വരെയും വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം തിളച്ചു. ഈ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ അരി തിളച്ചു. ഇനി നമ്മൾ കുക്കറിന്മേൽ വിസിലൊക്കെ ഇട്ടിട്ട് കുക്കർ മൂടാം. 1 വിസിലാണ് അതിൻ്റെ കണക്ക്. 1 വിസിലാവുമ്പോൾ തീ ഓഫ് ചെയ്ത് വയ്ക്കും. നമ്മുടെ തീ ഓഫ് ചെയ്യാം. 1 വിസിലടിച്ചിട്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രഷർ പോയോ എന്ന് നോക്കുക. പ്രഷർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റൈസ് ഇതുപോലെ വെന്തിരിക്കുന്നുണ്ടാവും. അതൊരു ഫോർക്ക് കൊണ്ട് പതുക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉലർത്തി കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ അത് ചൂടൊക്കെ ആറി വരുമ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. സ്പൂണില്ല, ഫോർക്ക് കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അത് ചൂടാവുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു അളവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റാം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും നന്നായി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ റൈസിന് ഫുള്ളുള്ളതാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം താല്പര്യമില്ല. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ മുളക് ഇട്ടിട്ടുള്ളൂ. ഇനി തീ അല്പം കുറച്ച് ഈ മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ നീക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ട, 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ട നന്നായി അടിച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 മുട്ടയിലേക്ക് ഒഴിക്കുക. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സവാള ഇട്ട് ഇതുപോലെ വഴറ്റുക. വലിയ പീസുകളായി കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യണത്. തീരെ കുഞ്ഞിതായി പോവും. അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്യുക. അങ്ങനെ വലിയ പീസുകളായി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അരിയൊക്കെ വെന്തുണ്ടെങ്കിൽ ചോറായാലും കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മസാല ഉള്ളിലേക്ക് ജസ്റ്റ് ആ റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അത് മുട്ട ഇതുപോലെ കുക്കായി വരണം. ഇതുപോലെ അത് മുട്ട ഇപ്പോൾ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഫോർക്ക് കൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന, കുക്കറിൽ റെഡിയാക്കി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് തട്ടാം. അല്പമായിട്ട് തട്ടാം. തീ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈസൊക്കെ ഇനി ജസ്റ്റ് ഒന്ന് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് അല്പം ഒരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിക്കുന്നുണ്ട്.
അത് ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മല്ലിയിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മല്ലിയിലൊക്കെ നമുക്ക് വിളമ്പാം. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡിയായി. ഇവിടെ എല്ലാം നന്നായി യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാം. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാൻ പറ്റിയ, വേറെ കറിയൊന്നും വേണ്ട, തന്നെ ഇത് മതി കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വിഭവമാണിത്. അങ്ങനെ നമ്മുടെ മുട്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ ഈ ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റാണ് ഈ സാധനത്തിനുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാ അമ്മമാർക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.